നമ്മുടെ ചെങ്ങന്നൂരിൽ ആദ്യമേ ഒരുപാട് വെറൈറ്റി മലബാർ ഡിഷസുമായിട്ട് നമ്മുടെ ആപ്പിലോട്ട് വന്നിരിക്കുകയാണ്. ഇത് മലബാർ പബ്സ് ആണ്. ഇത് നമുക്ക് സമൂസയുണ്ട്, അത് ബീഫിലും ചിക്കനിലും സമൂസ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ബീഫ് പോക്കറ്റ് എന്ന് പറയും. ഇത് നമ്മുടെ മലബാർ സ്റ്റൈൽ ഉള്ളിവടയാണ്. ഇത് മലബാർ സമൂസയാണ്. ഇത് നമ്മുടെ നോർമൽ പഴംപൊരി. ഇത് നമ്മുടെ പോക്കറ്റ് ഷവർമ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ ആപ്രിക്കോട്ടില് നമ്മൾ പുതിയ വെറൈറ്റി ആയിട്ടുള്ള 4 ഡിഫറെന്റ് ടൈപ്പിലുള്ള കുഴിമന്തി കഴിക്കാൻ പോകണം. അതിൽ നമ്മൾ ആദ്യം കാന്താരി ഉണ്ട്, പെരിപ്പരി ഉണ്ട്, ഹണി ഉണ്ട്, തായ് ഇവിടുത്തെ സ്പെഷ്യലാണ്. നമുക്ക് നേരെ കാന്താരി തുടങ്ങാം. ഇത് നമ്മുടെ കാന്താരി അൽഫാമിൽ ഇടുന്ന കുഴിമന്തിയിലേക്ക് റൈസ്, നല്ല സോഫ്റ്റ് ചിക്കൻ. കാന്താരി ഫ്ലേവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നല്ല എരിവായിരിക്കും. അത് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതായിരിക്കും. വായിൽ വെള്ളം ഊറുന്നുണ്ട്. അപ്പൊ നമുക്ക് കാന്താരി ഫ്ലേവറിനോടിയ ചിക്കനും കഴിക്കാം. എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെക്സ്റ്റ് നമ്മൾ അവരുടെ പെരിപ്പരി ചിക്കനിലെ പെരിപ്പരി അൽഫാം വരുന്ന മന്തിയിലേക്ക് തന്നെ പോകാം. Wow. അടുത്ത് നമ്മുടെ ഹണി ചിക്കനാണ്. ഹണി ചിക്കൻ അത് അത്യാവശ്യം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന നമുക്ക് അത് പെട്ട സാധനമാണ്. പിന്നെ ഹണി ചിക്കൻ എടുത്തു. അതിൻ്റെ കൂട്ടത്തിലും നമ്മുടെ ആ ഒരു മന്തി റൈസ്, നല്ല മധുരമുള്ള സാധനമായിരിക്കും. ഹണി ചിക്കനും നമ്മുടെ മയണൈസും റൈസും നല്ല മധുരമാണ്. കൊള്ളാം. ഇത് നമ്മൾ ആ എരിവൊക്കെ കഴിച്ചപ്പോൾ ആ ഒരു ഹണിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ടേസ്റ്റ് നമുക്ക് എടുത്ത് അറിയാൻ പറ്റും. പൊളിസാണ്. അടുത്ത് നമ്മൾ തായ് ചിക്കനിൽ വരുന്ന ഒരു ഐറ്റം കഴിക്കാൻ പോകണം. അതായത് നമ്മുടെ തായ് ചിക്കനിൽ വരുന്ന കുഴിമന്തി. അത് ഒരു നല്ല വലിയൊരു ചെസ്റ്റ് പീസ് തന്നെയാണ്. അത് ഇവരുടെ സ്പെഷ്യൽ കൂട്ട് മസാലയാണ് വരുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് ഒരു അൽഫാം മാത്രം ട്രൈ ചെയ്യാൻ പറയുന്നത് നമ്മളെ ഈ സാധനം ഇവിടെ പത്ര കിട്ടത്തുള്ളൂ. കാര്യം ഇതൊരു സ്പെഷ്യൽ ഫുഡാണ്. റൈസും കൂടെ കഴിച്ചു. ഒരു സ്പെഷ്യൽ തായ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നല്ല, ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ്. നമുക്ക് അതിനോട് നോർമലായിട്ടുള്ള ഒരു മയണൈസും നല്ലൊരു പീസ് തായ് അൽഫാം ചിക്കൻ്റെ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആപ്രിക്കോട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട് അവിൽ മിൽക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അത് ഫസ്റ്റ് തന്നെ ചെറിയുണ്ട്. ഒരു
ഐസ്ക്രീം ഫ്ലേവറാണ്. ഒരു കോഴിക്കോട് സ്ഥലം സംഭവം ഫ്രൂട്ട്സും ഫ്രൂട്ട്സും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ആപ്രിക്കോട്ടിലെ സ്പെഷ്യൽ ഫ്രൂട്ട് ബോട്ടാണ്. ഇതിൽ 3 ഫ്ലേവേർഡ് ഐസ്ക്രീം ഉണ്ട്, പഴമുണ്ട്, കിറ്റ്കാറ്റ് ഉണ്ട്, കുറേ അധികം ഐറ്റംസ് ഉണ്ട്. കൈ നോക്കിയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. ഇനിയൊരു ഫ്രൂട്ട്സിൻ്റെ റിച്ച് സംഭവമാണ്. ഫ്രൂട്ട്സും പറയും പോലെ തന്നെ പക്ക ഒരു ഫ്രൂട്ട് ബോട്ട് തന്നെയാണ്. അടുത്തായിട്ട് നമ്മുടെ ബീഫ് തവയാണ്. അതും നമ്മുടെ ആപ്രിക്കോട്ടിലെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതും ബീഫ് തന്നെയാണ്. പിന്നെ അവരുടെ സ്പെഷ്യൽ മയോണൈസും ചില്ലി ഫ്ലേക്സും കൂടിയ സംഭവമാണ്. അടിപൊളി. എങ്ങനെ എടുത്ത് കഴിക്കുന്നൊരു പിടിക്കില്ല. ബീഫ് ലവേഴ്സിന് ഇഷ്ടപ്പെടുന്ന സംഭവം പൊളിയാണ്. നല്ല ചൂട് ഫ്രൈഡ് ബീഫും നമ്മുടെ റൊമാനിക് തീർ സംഭവമാണ്. നല്ല ഹെവി ഫീലിങ്സ്. സൂപ്പർ ബീഫ്. ഇതിൻ്റെ കൂടെ നല്ല സലാഡും ഉണ്ട്. പിന്നെ സൂപ്പർ സംഭവം. നല്ല മൊരിഞ്ഞ ബീഫും ഒരു മയണൈസും സംഭവം വേറെ ലെവൽ. ഇത് നമ്മുടെ കോഴിക്കോട് സ്റ്റൈലായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയാണ് വരുന്നത്. അതിൽ സലാഡുണ്ട്, അച്ചാറുണ്ട്. നമുക്കത് നല്ല ലെഗ് പീസാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ 2 നല്ല ചിക്കൻ പീസ് കൂടി ഒരു ബിരിയാണി. നല്ല ചൂട് റൈസ്. ഈ സമയത്തൊക്കെ ചൂട് ബിരിയാണി കഴിക്കുന്നത് വേറെ ലെവൽ സംഭവം തന്നെ. ഹെവി റൈസാണ്. ഇത് നമ്മുടെ ആപ്രിക്കോട്ടിന്റെ സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ് ആണ്. ഇതിൽ നമുക്ക് ബീഫും ചിക്കനും വരുന്നുണ്ട്. പിന്നെ മൊസല ചീസ് സ്ലൈസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉൾപ്പെടെ ഐറ്റംസ് എല്ലാം വരുന്നത്. ചീസ്. ഇത് വന്നിട്ട് നമ്മുടെ ടെൻഡറി ജ്യൂസി ടൈപ്പ് ബർഗർ ആണ്. സണ്ണി സൈഡ് എഗ് വിത്ത് ചീസ് സോസസ്. ചേട്ടാ അടച്ചതിന് ശേഷം എന്റെ മേലെ കഴിക്കും. ഓക്കെ. ഹെവിയാണ്. ഇത് നമ്മൾ ചീസ് സോസ്. അങ്ങനെ ഒരു ഹെവി ബർഗർ നമ്മൾ കഴിച്ചു. ശരിക്കും 2 പേർക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഒറ്റ ബൈറ്റിൽ കഴിക്കാൻ പറ്റുന്ന നമ്മളത് 4 പീസാക്കിയാണ് കഴിച്ചത്. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവരുടെ ലൊക്കേഷൻ നമ്മുടെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം തന്നെയാണ്. ക്രിസ്ത്യൻ കോളേജിന് അടുത്തുള്ള കുരിശിന് ഓപ്പോസിറ്റ് സൈഡിലാണ്. കൂടാതെ ഇവർക്കൊരു വലിയ പാർക്കിംഗ് ഏരിയ തന്നെയുണ്ട്. ഇപ്പം മലബാർ ഡിഷസ് ഇഷ്ടപ്പെടുന്നവർക്കും വെറൈറ്റി ഫുഡ് ആസ്വദിക്കാനായി നമ്മുടെ ചെങ്ങന്നൂരിലെ ആപ്രിക്കോട്ടിൽ പോവുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആപ്രിക്കോട്ടിന്റെ ലൊക്കേഷൻ ഒന്നുകൂടെ പറയും. നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്നും ട്രിവാൻഡ്രം വന്ന റൂട്ടിലെ MC റോഡിൽ, അതായത് MC റോഡിലെ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലെ കുരിശിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ആപ്രിക്കോട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫുഡ് സ്പോട്ടുകൾക്കായി നമ്മുടെ പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ.